എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർത്ത് ചെറുപയർ കറി എങ്ങനെ വെക്കാം എന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീണ്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ലൊരു കറിയാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കുക. ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ചെറുപയറാണ്. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. ഇതിനടിവശത്തുള്ള പയറുകളൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും. മുകളിൽ കിടക്കുന്ന പയർ വേകാൻ താമസമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കറിക്ക് ടേസ്റ്റ് കൂടാൻ വെളിച്ചെണ്ണ തന്നെ വേണം. നിങ്ങളെടുക്കുന്ന സൺഫ്ലവറോ ഏത് ഓയിലായാലും അത് നിങ്ങൾക്ക് ചേർക്കാം. വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി നല്ലത്. പുതിയ ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഈ എണ്ണ ഒന്ന് ചുറ്റിച്ചിട്ട് വേണം കറി വെക്കാൻ. ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കുന്നു. കടുകെല്ലാം നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന 2 വെളുത്തുള്ളി അല്ലിയാണ്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളത്. ഞാൻ മുറിച്ചിട്ടിരിക്കുന്നതാണ്. അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 വറ്റൽമുളകാണ്. അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതുകൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വരുന്നതിനായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്.
ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. ഇത് കണ്ടോ, ഇതിനകത്ത് കണ്ടോ, ഇത് ഉള്ളിയുടെ വെള്ളമാണ്, എണ്ണയല്ല. ഇതൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്. ചെറിയ ജീരകം പൊടിച്ചതാണിത്. ഇതുകൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഈ സമയം ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ വെന്ത് വെച്ചിരിക്കുന്ന പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നന്നായി ചോറുണ്ണും. ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് വെക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ജനലിൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്ന വെട്ടമാണ് അത് കേട്ടോ, സൂര്യപ്രകാശമാണ്, ക്ഷമിക്കുക. നിങ്ങളിങ്ങനെ വയ്ക്കാറുണ്ടോ? ഒന്ന് കമൻ്റ് ഇടണം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. ഒരു പച്ച കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. കറി വെന്തതിന് ശേഷം ഒരല്പം പച്ചക്കറിവേപ്പില ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ കൂടി ഇതിലേക്ക് ചാലിച്ചൊഴിക്കാം. ഞാൻ ചൂടുവെള്ളത്തിൽ മിൽക്ക് പൗഡർ ചാലിച്ചെടുത്തതാണ്. ശ്രദ്ധിക്കുക, ഇത് ചേർക്കുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കി വെച്ചിട്ട് വേണം ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടിട്ടാണ് ചെയ്യുന്നത്. തേങ്ങ അരച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് എൻ്റെ മിക്സിക്ക് കേടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കറി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ഇതേ സമയം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.